പുതിയ AKG സെൻറ്റർ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് CPM നികുതി വെട്ടിപ്പ് നടത്തിയതായി ആരോപണം. ഭൂമി സംബന്ധമായി സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കെട്ടിട നിർമ്മാണത്തിന് 30 കോടി രൂപ ചെലവായി എന്നാണ് CPM അറിയിച്ചത്. തൊഴിൽ വകുപ്പിൽ നിർമ്മാണത്തിന് 10 കോടി രൂപയാണ് ചെലവായത് എന്ന് കാണിച്ച് ബിൽഡിംഗ് ലേബർ സെസ്സായി അടച്ചത് 10 ലക്ഷം രൂപ മാത്രമാണ്. CPM സംസ്ഥാന സെക്രട്ടറി നൽകിയ രേഖകളിലെ വൈരുദ്ധ്യമാണ് വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കേണ്ട തുകയിൽ തൊഴിലാളി സംഘടനയായ CPM തട്ടിപ്പ് കാട്ടിയെന്നുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത്. പുറമ്പോക്ക് ഭൂമിയായതുകൊണ്ട് ഇതുവരെ വസ്തുകരം നിശ്ചയിച്ചിട്ടില്ലാത്ത പഴയ AKG സെൻറ്ററിന് നഗരസഭ കെട്ടിട നികുതി പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതിനിടെയാണ് സർക്കാരിൻ്റെ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കേണ്ട തൊഴിൽ നികുതിയിൽ കുറവ് വരുത്തിയത്. പുതിയ AKG സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം ചോദ്യം ചെയ്ത് CPM സംസ്ഥാന സെക്രട്ടറിയെ എതിർകക്ഷിയായി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് പുതിയ AKG സെൻറ്ററിൻ്റെ നിർമ്മാണത്തിന് 30 കോടി രൂപ ചെലവിട്ടതായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എതിർ സത്യവാങ്മൂലം നൽകിയത്. 1977 പഴയ AKG സെൻറ്റർ നിർമ്മാണത്തിന് സംസ്ഥാനത്ത് നിന്നും വിദേശത്ത് നിന്നും ചെറുതും വലുതുമായി സംഭാവനകൾ സ്വരൂപിച്ചിരുന്നു. എന്നാൽ പുതിയ AKG സെൻറ്റർ നിർമ്മാണത്തിന് പ്രത്യേക സംഭാവനകൾ സ്വീകരിച്ചതായി ഇതുവരെ പാർട്ടി പരസ്യപ്പെടുത്തിയിട്ടില്ല. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ CPM ഫയൽ ചെയ്ത സത്യവാങ്മൂലം ശരിയാണ് എന്നുണ്ടെങ്കിൽ നിയമപ്രകാരം തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് സെസ് ഇനത്തിൽ ലഭിക്കേണ്ടിയിരുന്നത് 30 ലക്ഷം രൂപയാണ്. ക്ഷേമനിധി ബോർഡിലാണോ സുപ്രീം കോടതിയിലാണോ CPM സംസ്ഥാന സെക്രട്ടറി തെറ്റായ വിവരം നൽകിയതെന്ന് അന്വേഷിക്കണം എന്നാണ് ആവശ്യം ഉയരുന്നത്. പഴയ AKG സെൻറ്ററിന് വേണ്ടി കേരള സർവകലാശാലയുടെ 40 സെൻറ്റ് ഭൂമി കയ്യേറിയതായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. പരാതിയിൽ കേരള സർവകലാശാല വൈസ് ചാൻസലറോട് വിശദീകരണം തേടിയെങ്കിലും ഇത് സംബന്ധിച്ച ഫയലുകൾ സർവകലാശാലയിൽ ലഭ്യമല്ലാത്തതിനാൽ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല. പുതിയ AKG സെൻറ്റർ ഭൂമിയുടെ ഉടമസ്ഥൻ താനാണ് എന്ന് കാണിച്ച് VSSC ശാസ്ത്രജ്ഞ ഇന്ദു ഗോപനായിരുന്നു സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. AKG സെൻറ്റർ നിൽക്കുന്ന 34 സെൻറ്റ് ഭൂമി 1998 താനും 2000 തൻ്റെ മുത്തച്ഛൻ ജനാർദ്ദനൻ പിള്ളയും ചേർന്ന് 2 രേഖകളിലായി വാങ്ങിയതാണ് എന്നാണ് ഇന്ദു ഗോപന്റെ വാദം. ഇക്കാര്യം മറച്ചുവെച്ച് കോട്ടയത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനം CPMന് വിൽപ്പന നടത്തിയെന്നുള്ളതാണ് പരാതി. CPM ഭൂമി വാങ്ങിയ സമയത്ത് ഭൂമിയിൽ തർക്കമുള്ള കാര്യം ചൂണ്ടിക്കാണിച്ച് ഇന്ദു ഗോപൻ അന്നത്തെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് നൽകിയ കത്തും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ സുപ്രീം കോടതി CPMന് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ഹർജിക്കാരിക്ക് ഭൂമിയിൽ അവകാശമില്ല എന്നും നിയമപ്രകാരമാണ് ഭൂമി വാങ്ങിയത് എന്നുമാണ് പാർട്ടി വിശദീകരിച്ചത്. 2021 32 സെൻറ്റ് ഭൂമി വാങ്ങിയത് നിയമപ്രകാരമാണ്. വാങ്ങിയ ഭൂമിയിൽ 30 കോടി ചെലവഴിച്ചാണ് 9 നില കെട്ടിടം പണിതതെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. വാങ്ങുമ്പോൾ ഭൂമി സംബന്ധിച്ച കേസുകൾ ഇല്ലായിരുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നത്.